മരിക്കുന്ന സമയത്ത് യാചിക്കുന്നത് നാല് കാര്യത്തിന് വേണ്ടിയാ. ഒരാളുടെ മരണം അടുത്ത് വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് നാല് കാര്യത്തിന് വേണ്ടിയാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ്. കിട്ടുകയില്ല. അവൻ എത്ര യാചിച്ചാലും ആ 4 കാര്യം അല്ലാഹു കൊടുക്കൂല. എന്നിട്ടവൻ നാണം കെട്ടവനെ പോലെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് വഴുത് കേൾക്കാം എന്നവരോട് പറയുന്നു, മരണത്തിന്റെ അടയാളം വന്നു കഴിഞ്ഞു. ഏത് നിമിഷമാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾ തെണ്ടാൻ നിൽക്കല്ലേ. 4 കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ചെയ്തു കൊള്ളടേ. 4 കാര്യങ്ങൾ മരണം വരുന്നതിന് മുമ്പേ ചെയ്യടേ. ഇല്ലെങ്കിൽ നീ എത്ര കടന്ന് തെണ്ടിയാലും അല്ലാഹു നിനക്ക് തരൂല. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ചവനോട് യാചിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, കൊട്ടാരങ്ങൾ പണിയാനല്ല, സുഖവാസ ജീവിതത്തിനല്ല, മക്കളെ കാണണമെന്നല്ല, ഭാര്യയെ കാണണമെന്നല്ല, മാതാപിതാക്കളെ കാണണമെന്നല്ല. ഒരു മനുഷ്യന്റെ മരണമെടുക്കുമ്പോ അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്. ഒരു മനുഷ്യന്റെ മരണമെടുക്കുന്ന സമയത്ത് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോ അവൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എനിക്കല്പം സമയം വേണമല്ലാ. അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും അല്ലാഹു നമുക്ക് തരൂല. ലോകത്ത് ഒരാൾക്കും അല്ലാഹു കൊടുക്കില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു അവിടുന്ന് കൊടുക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിച്ചാൽ കിട്ടൂല. എങ്കിലേ വയത് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നിനക്കൊരുപാട് സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ. സമയം എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് നിനക്കറിയില്ല. സമയത്തിന്റെ വില എനിക്കും അറിയുന്നില്ല, നിങ്ങൾക്കും അറിയുന്നില്ല. പാഴാക്കി കളയുകയാണ്. നേരം വെളുത്താൽ വൈകുന്നേരമാകണമല്ലോ. സമയം പോകാത്തത് കാരണം TV കാണുന്നവരുണ്ട്, ഫിലിം കാണുന്നവരുണ്ട്, സീരിയൽ കാണുന്നവരുണ്ട്, മൊബൈൽ കുത്തുന്നവരുണ്ട്, ഗെയിം കളിക്കുന്നവരുണ്ട്, കറങ്ങി നടക്കുന്നവരുണ്ട്, കടത്തിണ്ണയിൽ പോകുന്നവരുണ്ട്, ബീച്ചിൽ പോകുന്നവരുണ്ട്. സമയം പോകുന്നില്ല. എങ്ങനെയെങ്കിലും സമയം ഇങ്ങനെ തള്ളി തള്ളി നീക്കുകയാണ്. വിലയറിയുന്നില്ലല്ലോ, വിലയറിയുന്നില്ലല്ലോ. എങ്കിലും സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വരുമ്പോഴാ. ഓരോ നിമിഷത്തിന്റെ വിലയറിയുന്നത് അപ്പോഴാണ്. ഒരു നിമിഷം പോലും അല്ലാഹു നമുക്കൊന്നും തിരിച്ചു തരില്ലല്ലോ. അതുകൊണ്ട് വാപ്പാ, അല്ലാഹു തന്ന സമയം പാഴാക്കല്ലേ, നിസാരമാക്കി കളയല്ലേ, ഉപയോഗപ്പെടുത്തണേ വാപ്പാ. അല്ലാഹു തന്ന സമയം അവിടെ നിന്ന് പാഴാക്കി കളയാതെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കൂ, ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഓതൂ, ദിക്ർ പറയണമെങ്കിൽ ദിക്ർ പറ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെങ്കിൽ ഈ ജീവിക്കുന്ന സമയത്ത് ജീവിക്കുവാപ്പാ. അല്ലാതെ യാചിച്ചിട്ട് കാര്യമില്ല. നിനക്ക് വേണ്ടത് സമയമാണോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് വിലയറിയാത്ത ചെറുപ്പക്കാരാ, മരണത്തിന്റെ സമയത്ത് നിനക്ക് സമയം വേണമടാ. പടച്ചവനെ, കാലുച്ചാലടക്കം പള്ളിയുടെ പറമ്പിൽ കിടക്കുന്നവർക്കും വേണ്ടത് സമയമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, നിന്റെ കുടുംബത്തിന് മരിച്ചുപോയ പലർക്കും വേണ്ടത് പണമല്ല, അധികാരമല്ല. പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹാ.
പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്കും വേണ്ടത് സമയമാണ്, സമയമാണ്, അവസരമാണ്, അവസരമാണ്. അവർക്ക് ജീവിച്ചിരുന്നപ്പോ സമയത്തിന്റെ വിലയറിയില്ലായിരുന്നു. പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോഴാ അവർക്ക് സമയമുള്ളത്. അല്ലാഹുവേ, അവർക്കെങ്ങും പോകണ്ടല്ലോ. പടച്ചവനെ, നമുക്കൊന്നും സമയമില്ല. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും നന്മകൾ ചെയ്യാനും സമയമില്ലാത്ത വാപ്പാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, ഒരു 5 മിനിറ്റ് പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാൻ സമയമില്ല. ദിക്റിന്റെ മജ്‌ലിസുകള്, വഅദിന്റെ മജ്‌ലിസുകളിൽ വന്നിരിക്കാൻ സമയമില്ലല്ലോ. എങ്ങനെ തിരിയും ചെറുപ്പക്കാരാ? സമയത്തിന്റെ വില തിരിയുമടാ. നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് എവിടെയും പോകണ്ട, എങ്ങോട്ടും പോകണ്ട. എങ്ങനെ നടന്നവരാണ്, എങ്ങനെ നടന്നവരാണ്. 1 മിനിറ്റ് പോലും ഇല്ലെന്ന് പറഞ്ഞ് ബിസി ബിസി എന്ന് പറഞ്ഞവരാ. ഇന്നവർക്ക് എങ്ങും പോകണ്ടല്ലോ, പള്ളിപ്പറമ്പിൽ കിടക്കുകയാണല്ലോ. എത്ര ധൃതിയുള്ള ആളായിരുന്നു നിന്റെ വാപ്പ. 1 നിമിഷം പോലും മാറ്റിവെക്കാനില്ലാത്ത നിന്റെ ഉമ്മ ഇന്ന് വെറുതെ കിടക്കുകയാണ്. അവർക്ക് ഒരുപാട് സമയമുണ്ട്, അവർക്ക് എങ്ങും പോകണ്ട, ഒരു ബിസിയില്ല, വല്ലാത്ത കഷ്ടപ്പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കിടക്കുന്നവനും യാചിക്കുന്നത് സമയത്തിന് വേണ്ടിയാ. എങ്കിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എഴുന്നേറ്റ് പോകുകയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, ഇതുപോലെ അല്ലാഹുവേ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. പെണ്ണെ, ഫർദയില്ല, ചുരിദാറില്ല, സാരിയില്ല, ഉടുതുണിയില്ലാതെ ആടുങ്ങളും പെണ്ണുങ്ങളും നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാ. മുഖത്ത് വല്ലാത്ത ഭയമാ. യാ വൈലതാ, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് തലതാറ്റി പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ചെമ്പിന്റെ തലയിലൂടെ ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുകയാണ്. മലക്കുകൾ കൊണ്ടുപോവുകയാണ്. അല്ലാ, 10:30 വാപ്പാ, ചൂടെടുക്കുന്നില്ലേ, ശരീരം വിയർക്കുന്നില്ലേ. ഫർദയുടെ ഉള്ളിലൂടെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, സൂര്യൻ അസ്തമിച്ചിട്ട് മണിക്കൂറുകളായിട്ട് പോലും നിനക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല, ചൂട് താങ്ങാൻ പറ്റുന്നില്ല. പടച്ചവനെ, വിയർക്കുകയാണ്, ശരീരം വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും പടച്ചവനെ, 15 ലക്ഷത്തിൽ പരം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ സൂര്യനെ അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില്. പെണ്ണേ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മോള. അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. പെങ്ങളെ, അടുക്കളയിൽ കലത്തിനകത്ത് വെച്ച് ചോറ് വെക്കുമല്ലോ. ചോറ് പാത്രത്തിനകത്ത് കിടന്ന് തിളച്ച് മറിയുന്നത് കാണുന്ന പെണ്ണ്, കലത്തിനകത്തല്ല, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ഇത് നാളെ തിളച്ചു മറിയുന്ന ഒരു ദിവസം വരാനുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, നരകം കാണുമ്പോ
മസ്റയിൽ നിൽക്കുമ്പോ അല്ലാഹുവോട് പറയുന്നു റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ സമയം വേണമല്ലാ, ചാൻസ് വേണമല്ലാ. ഫർജിഅനാ എന്നെ മടക്കണേ അല്ലോ എന്ന് നാളെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമയം പാഴാക്കല്ലേ, കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തണേ. മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചാരത്തേക്ക് പടച്ചവനെ റിയാഹുൽ കൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കടന്നു വരികയാ. ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് തങ്ങളോട് ചോദിക്കുന്ന, തങ്ങളെ എനിക്ക് രക്ഷപ്പെടണം, തങ്ങള് എന്റെ ദുനിയാവും ആഖിറവും എനിക്ക് രക്ഷപ്പെടണം, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം, അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരുവോ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ? മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു എന്റെ കൂടെ വരാറ്, അവിടെന്ന് കൂടെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. പള്ളിക്കകത്തേക്കല്ല, റൂമിനകത്തേക്കല്ല, റോഡിലേക്കല്ല, പടച്ചവനെ ഉസ്താദിന്റെ വീട്ടിലേക്കല്ല, പിന്നെ വിളിച്ചു കൊണ്ടുപോയത് എവിടെയെന്നറിയോ? പള്ളിപ്പറമ്പിലേക്ക് പോവുകയാ, ഖബർസ്ഥാനിലേക്ക് പോവുകയാ. എന്നിട്ട് ചോദിക്കുന്നു, റിയാഹുൽ കൈസ്, ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ? ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റിയാഹുൽ കൈസ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു, എനിക്കൊരു ഉപദേശം തരാ, എനിക്ക് നന്നാകണം, ദുനിയാവും നന്നാകണം, ആഖിറവും നന്നാകണം, ഒരു ഉപദേശം തരാൻ. ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ ഖത്തീബിനോട് ചോദിക്കുക, ഒരു ഉപദേശം തരാ. ഉസ്താദ് എവിടെ കൊണ്ടുപോകണം? നേരെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകണം. റിയാഹുൽ കൈസിനെ കൊണ്ടുപോയി കബറുംകാട്ടിൽ നിർത്തിയിട്ട് മഹാനവറുകൾ ചോദിച്ചു, ഈ കബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഉണ്ട് തങ്ങളെ, ആഗ്രഹം. എന്താ? അവർക്ക് ഇതിനകത്ത് നിന്ന് തിരിച്ചു വരണം, അവർക്ക് ഇതിനകത്ത് നിന്ന് തിരിച്ചു വരണം. എന്തിന്? നിസ്കരിക്കാൻ, എന്തിന് നോമ്പ് പിടിക്കാൻ, എന്തിനാ ഖുർആൻ ഓതാൻ, എന്തിനാ ദിക്ർ പറയാൻ? പറ്റുമോ മോനെ? ഇല്ല തങ്ങളെ, ഈ കബറിനകത്ത് കിടക്കുന്ന ഒരാൾക്കും എഴുന്നേറ്റ് വരാൻ പറ്റൂല. മഹാനവറുകൾ ചോദിച്ചു, എങ്കിൽ നിനക്ക് സമയമുണ്ടല്ലോ. റിയാഹുൽ കൈസിനോട് ചോദിക്കുകയാ, നിനക്ക് സമയമുണ്ടല്ലോ, നിനക്കിപ്പോ നിസ്കരിച്ചൂടെ, നിനക്ക് ഖുർആൻ ഓതിക്കൂടെ, നിനക്ക് ദിക്ർ പറഞ്ഞുകൂടെ? ഈ പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തു വെച്ചോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, വാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്, ഉമ്മ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്, തിരിച്ചു വന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റൂല. നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റൂല. ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റൂല. പടച്ചവനെ നന്മ വയല് കേൾക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റൂല. പക്ഷെ നിനക്ക് സമയമുണ്ടല്ലോ അപ്പ, ഇരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഉപയോഗപ്പെടുത്ത്. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇപ്പൊ തന്നെ ചെയ്തു വെക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോ പലരും പറയും, സിറാജെ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാ, നന്നാകണമെന്നുണ്ട്. ഓരോ വാപ്പയും ഓരോ ചെറുപ്പക്കാരനും എന്റെ ഉമ്മ പെങ്ങന്മാരൊക്കെ പറയുന്നത്, ഉസ്താദെ നിങ്ങളുടെയൊക്കെ വയല് കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്, 5 നേരം നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റണില്ല ഉസ്താദെ. കള്ളുകൂടി നിർത്തണം, കഞ്ചാവടിക്കുന്നത് നിർത്തണം, എല്ലാ ദുസ്വഭാവങ്ങളും നിർത്തിയിട്ട് നന്നാകണമെന്നുണ്ട്, പറ്റണില്ല. ബാങ്ക് വിളിക്കുമ്പോ പോകാൻ പറ്റണില്ല. ഇരിക്കണ പെണ്ണുങ്ങൾ ഉസ്താദെ സീരിയൽ കാണലൊക്കെ നിർത്തി, എല്ലാം ശരീരം മറച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമേ ഉള്ളൂ, പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാ പറ്റാത്തത്? ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ല? എടാ, കള്ളുകൂടി മാറ്റണോ, ദുസ്വഭാവങ്ങൾ മാറ്റണോ, ഡോക്ടറെ ഒന്നും കാണാൻ പോകണ്ട, പൈസ ഒന്നും ചെലവാക്കണ്ട. ഒരാൾക്ക് നന്നാകാനുള്ള ഒരു എളുപ്പവഴി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റണില്ല. വാപ്പാ, നിനക്ക് നന്നാകണോ? നിനക്ക് 5 നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണോ? നിന്റെ അഹങ്കാരവും നിന്റെ ധിക്കാരവും നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നല്ല ഒരു മനുഷ്യനാകണോ? ഞാൻ പറഞ്ഞു തരാം വഴി. എടാ ചെറുപ്പക്കാരാ, കഞ്ചാവ് അടിച്ച് കിടക്കണ, കള്ളു കുടിച്ച് കിടക്കണ ചെറുപ്പക്കാരുണ്ടല്ലോ, മക്കളെ, നിങ്ങൾക്ക് നന്നാകണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഒന്നും കാണാൻ പോകണ്ട, പൈസ ചെലവില്ലാതെ നന്നാകാം. തത്താമാർക്കൊക്കെ നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സീരിയലൊക്കെ നിർത്തും, ഇന്ന് തന്നെ വേണമെങ്കിൽ പോയിട്ട് അൽഹംദുലില്ലാ TV ഒക്കെ എറിഞ്ഞു പൊട്ടിക്കും. നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് കബറും കാട്ടി സലാം പറഞ്ഞ പോലെ ഇരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നന്നാകാനുള്ള വഴി എന്താ? ഈ ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പന്മാര് പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് പേടിയില്ല, ഞാൻ ഏത് രാത്രിയിലും എതിലെ വേണമെങ്കിലും പോകും. ഏത് അർദ്ധരാത്രിയിൽ 12 മണിയോ 1 മണിയാകട്ടെ, നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തു കൂടെയും ഞാൻ പോകും, എനിക്ക് യശിയെ പേടിയില്ല, പ്രേതത്തിനെ പേടിയില്ല പറയുന്ന ചങ്ങാതിമാരുണ്ടല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കുകയാ, നീ രാത്രി 12 മണിക്കൊന്നും പോകണ്ട, അർദ്ധരാത്രിയിലൊന്നും പോകണ്ട. ഞാൻ നിന്നോട് ചോദിക്കുന്നത്, മോനെ, ഇന്ന് വഅദെല്ലാം കഴിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി, നാളെ രാവിലെ പടച്ചവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവേ, ഒരു 10 മണിയാകുമ്പോ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് കടന്നു വരണം. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പള്ളിക്കകത്ത് കേറല്ലേ. നാളെ ഒരു 10 മണിയാകുമ്പോ അല്ലാ, കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് വേണം വരാറ്. ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാം ധൈര്യമുള്ള ചങ്കുറപ്പുള്ള ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, നാളെ നീ രാവിലെ പള്ളിയിൽ വരട്, എന്നിട്ട് നേരെ പള്ളിപ്പറമ്പിൽ പോകട്. നിങ്ങളുടെ നാടുകളിൽ നിന്ന് ഏകദേശമുള്ള എല്ലാ പള്ളികളിലും ഒരു ഖബർ കുടിച്ചിടാറുണ്ട്. ഏകദേശം ഒരു പള്ളിയിൽ ഒരു ഖബർ കുടിച്ചിടുമല്ലോ. ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് ചെല്ലണേ. അടച്ചു വെച്ചിരിക്കുന്ന അടപ്പെടുത്ത് മാറ്റണേ. അടച്ചു വെച്ചിരിക്കുന്ന അടപ്പെടുത്ത് മാറ്റണേ. എന്നിട്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, ചെറുപ്പക്കാരാ, വാപ്പാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങു വാപ്പാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നിനക്കൊന്ന് കടക്കാ ധൈര്യമുണ്ടോ? ശരീരം വിയർക്കരുത്, കൈകാല് വിറയ്ക്കരുത്, ഹൃദയം പടയരുത്. പേടിയാടാ ചെറുപ്പക്കാരാ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യനും ചങ്കൂറ്റമില്ല. ഖബർ കുടിക്കുന്നവന് പോലും പേടിയാടോ. ഖബർ കുടിക്കുന്നവന് പോലും ധൈര്യമില്ല ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കാൻ. പേടിയാ സഹോദരാ, പേടിയാ സഹോദരാ. കാരണം എന്തെന്നറിയോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. പടച്ചവനെ, ഖബർ കണ്ടാൽ ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമെന്നാള്. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മോനെ, ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കാ നിനക്കൊന്നും ധൈര്യമില്ലടോ. അതുകൊണ്ട് ഇറങ്ങണ്ട, ഖബറിനകത്ത് നീ ഇറങ്ങണ്ട. ആ ഖബറിന്റെ മുകളിലൊന്ന് നിൽക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബറിനകത്ത് ഇറങ്ങിയിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. ഖബറിനകത്ത് ഇറങ്ങിയിട്ടുള്ളവര് 10 പേരുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ. ബാക്കിയുള്ളവരെന്താ ഇറങ്ങാഞ്ഞേ? ബാക്കിയുള്ളവരെന്താ ഇറങ്ങാഞ്ഞേ? പേടി. എടാ, ഏത് പാതിരാത്രിക്ക് നീ എവിടെയും പോകും. എന്നാ നാളെ 10 മണിക്ക് നിങ്ങളുടെ ഇവിടെ ഖബർ കുഴിക്കോ? ഉസ്താദ് കുഴിച്ചിട്ടിട്ടുണ്ടില്ല. പോയിട്ടൊന്ന് കടക്ക് കേട്ടോ. അത്രയും ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കടന്നു നോക്ക്. നിന്നെ അതിനകത്ത് തന്നെ ഇട്ട് മൂടേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആരും പോയി ഖബറിനകത്ത് ഇറങ്ങി കിടക്കണ്ട മോനെ. ഖബറിന്റെ മുകളിൽ കയറ്.
എന്നിട്ട് ഇങ്ങനെ ചുറ്റുഭാഗം മുഴുവനും നോക്ക്. ചുറ്റുഭാഗം മുഴുവനും നോക്കിയിട്ട് ആ പടക്കി വെച്ചിരിക്കുന്ന, മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന അടപ്പെടുത്തു മാറ്റിയിട്ട്, ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ആ ഖബറിന്റെ ആഴമൊന്ന് നോക്ക്. ഖബറിലേക്ക് നോക്കി നിൽക്കടാ ചെറുപ്പക്കാരാ. ഖബറിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. പല കൊലകൊമ്പന്മാരായിരുന്നു, ഈ നാട് വിറപ്പിച്ചവന്മാരായിരുന്നു. പക്ഷേ അവന്റെ തലച്ചോറില് വളമെടുത്തിട്ടാണ് അവന്റെ തലയുടെ മുകളിൽ ഒരു മൈലാഞ്ചി ചെടി കിളിച്ചു നിൽക്കുന്നത്. ഈ ഓർമ്മ നിനക്ക് വേണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ, ഏ അബൂദറേ, നന്നാകണോ അബൂദറേ, നന്നാകണോ അബൂദറേ. ഖബർ സിയാറത്ത് ചെയ്താ ഏത് മനുഷ്യനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബർ സംസാരിക്കുമടാ. സിറാജ് പറയുന്നത് പോലെ, സിറാജിന് നാവുള്ളത് പോലെ, നിനക്ക് നാവുള്ളത് പോലെ ഖബറിനും നാവുണ്ട് ചെറുപ്പക്കാരാ. അത് സംസാരിക്കും ചെറുപ്പക്കാരാ. കേൾക്കാൻ പറ്റാത്തത് നിന്റെ ചെവിക്ക് കേൾവിയില്ലാത്തത് കൊണ്ടാണ്. റബ്ബേ, ഖബർ ഒരുപാട് പേരോട് സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, പാപ്പാ നീ ഇനി മുതൽ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോൾ ചിന്തിക്കണേ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനാസ ഖബറടക്കാൻ പോകുകയാണ്. മയ്യത്ത് ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. തങ്ങളെ വരുന്നില്ലോ, ജനാസയോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി. എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്കിവിടെ, ഞാനിവിടെ അല്പനേരം നിൽക്കട്ടെ. എല്ലാവരും പൊക്കോ, ഒരാളും എന്നെ ശല്യം ചെയ്യരുത്. എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. ഒരു പഴക്കം ചെന്ന ഖബർ കണ്ടു. ഒരു പഴക്കം ചെന്ന ഖബർ കണ്ടു. ആ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഒന്നും ചോദിക്കുന്നില്ല, ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ചോദിക്കാനൊന്നുമില്ലേ, അറിയാനൊന്നുമില്ലേ, ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ. മഹാനവറുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? ഖബർ പറയുകയാ, മസക്കത്തുൽ അഖ്ഫാൻ വശദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചെവിയങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പിടഞ്ഞ് താഴെ വീഴുകയാണ്. പറയല്ലേ, 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 എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് എന്നോട് പറയരുത്. അത് കേൾക്കാനുള്ള ധൈര്യമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ, പിടയുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ ഖബറിന് പോലും സങ്കടം തോന്നുകയാണ്. ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. അവിടുന്ന്
നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, നന്നാകണോ ബാപ്പാ, പള്ളിപ്പറമ്പിൽ പോകൂ, നിനക്ക് നന്നാകാൻ കഴിയും. പെങ്ങളെ നന്നാകണോ ഉമ്മാ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടാൽ നീ മരണ വീട്ടിൽ പോകണം, നീ മരണ വീട്ടിൽ പോകണം. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ്? ജനാസ കുളിപ്പിക്കാനെടുത്താ നീ ചെല്ലണേ ഉമ്മാ. അവിടെ ഒരു പെണ്ണിനെ കാണോ, നിന്നെ പോലെ നടന്നിരുന്ന ഒരുത്തിയെ കാണാ. അവൾക്ക് എന്തും എങ്ങോട്ടും ഓടണ്ട, അവൾക്ക് പടച്ചവനെ ഒന്നും മിണ്ടണ്ട. അവളുടെ കിടപ്പ് കണ്ട നന്നാകും പെണ്ണേ. അതുകൊണ്ട് മഹാനായ റിയാഹുൽ കൈസിനോട് പറയുന്നു, മോനെ, ഈ കബറാളികൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റൂല, നിനക്ക് സമയമുണ്ടല്ലോ, അതുകൊണ്ട് കിട്ടിയ സമയം നീ ഉപയോഗപ്പെടുത്തൂ. ചെറുപ്പക്കാരോട് പറയാറുള്ളത്, മോനെ, ശഅബാ മാസമാ, ഓരോ നിമിഷത്തിനും വിലയുള്ള മാസമാ, നന്മകൾ അധികമായി ചെയ്യേണ്ട മാസമാ. അതുകൊണ്ട് അല്ലാഹനെ പേടിച്ച് നടക്കടാ, എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിവെക്ക ചെറുപ്പക്കാരാ. മരണത്തെക്കുറിച്ചോ, ഖബറിനെ കുറിച്ചോ, ഹിസാബിനെ കുറിച്ചോ, സിറാത്തിനെ കുറിച്ചോ ചിന്തിക്കടാ പൊന്നുമോനെ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവനാണെന്നുള്ള ഓർമ്മ വരട്. എന്നിട്ട് നന്മകൾ അധികരിപ്പിക്കട് മോനെ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുറത്തുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് കേട്ടപ്പോ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാ. തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാ. ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന മനുഷ്യനാ ഖബറിനകത്ത് ഇറങ്ങുകയാണ്. രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങുകയാണ്. പടച്ചവരെ, ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് പലകയെടുത്ത് അടുക്കുകയാ. എന്നിട്ട് വിളിച്ചു പറയുന്നു, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാണ്, അയൽവാസികൾ ഓടി വരികയാണ്, ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഇബാദത്ത് ചെയ്യാനിരിക്കുമ്പോ വല്ലാത്ത ഒരു ക്ഷീണം തോന്നുകയാ, ഒരു ക്ഷീണം തോന്നുകയാണ്. മഹാനായ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാത്രി ഭാര്യയോട് പറയാതെ എഴുന്നേറ്റ് പോയി ഖബറിനകത്തിറങ്ങി പലകയെടുത്ത് അടുക്കുകയാണ്. ഖബറിനകത്തിരിക്കുകയാണ്. പടച്ചവനെ വിളിക്കുന്നുണ്ട്, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. പടച്ചവനെ, ഭാര്യ കിടന്ന് ഉറങ്ങിപ്പോയി, ഭാര്യ കിടന്ന് ഉറങ്ങിപ്പോയി. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ശ്വാസം മുട്ടുകയാ, ശരീരം മുഴുവനും തളരുകയാ. വിളിച്ചുകൂവലാണ്, അട്ടഹാസമാണ്. ഖബറിനകത്ത് കിടന്നുകൊണ്ട് അട്ടഹസിക്കുകയാ. നിലവിളി കേട്ടു ഭാര്യ ഞെട്ടി ഉണരുകയാണ്. ഓടി വന്ന് റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ഖബറിനകത്ത് നിന്ന് വലിച്ച് കരകയറ്റുകയാണ്. മുകളിലേക്കെടുത്തു. എന്നിട്ട് കുടിക്കാൻ വെള്ളം കൊടുത്തു. ബോധം തിരിച്ചു വന്നപ്പോ റബീഅ വിളിക്കുന്നു, യാ റബീഅ,
സ്വന്തം നഫ്സിനോട് പറയുകയാണ്, ഇന്ന് ഖബറിനകത്ത് കടന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു, എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ അയൽവാസികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആര് വിളിച്ചാലും രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട് റബിയ. അതുകൊണ്ട് നീ നന്നാകണ്, അതുകൊണ്ട് നീ നന്നാകണ്. അവിടുന്ന് സ്വന്തം ശരീരത്തിനോട് പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ വഴുത കേൾക്കാമെന്ന ഉപ്പാ മരണമെടുക്കുമ്പോ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം സമയമാ. എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല, എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല. ഇനി ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എന്തിനാണ് സമയം ചോദിച്ചത്? ഓരോ ആളുടെയും മരണമെടുക്കുന്ന സമയം അള്ളാഹുവിനോട് ചോദിക്കുന്നത് സമയന്താ, സമയന്താ, സമയന്താ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇപ്പൊ ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിലും ഒരാൾ സമയം ചോദിക്കുന്നു, എന്തിന്? അള്ളാഹു ചോദിക്കുകയാ, എന്തിനാ നീ സമയം ചോദിക്കുന്നേ? എന്തിനാണ് നീ സമയം ചോദിക്കുന്നത്? എന്താ നിനക്ക് വേണ്ടത്? എന്തിനാ സമയം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മരണം നിന്റെ അടുക്കൽ വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ നീ സമയം ചോദിക്കും. എന്തിനാ? നിസ്കരിക്കാനാണോ? അല്ല. ഖുർആൻ ഓതാനാണോ? അല്ല. ദിക്ർ പറയാനാണോ? അല്ല. നിനക്ക് എന്തിനാ സമയം വേണ്ടത്? അല്ലാഹ് പറയുകയാ, നീ നിന്റെ നാവ് കൊണ്ട് പറയും, അല്ലാഹുവേ ഒരുപാട് സമ്പാദ്യം വാരി കൂട്ടി വെച്ചിട്ടുണ്ട്, ഇന്ന് വരെ